കണ്ണൂർ പയ്യാവൂർ കണ്ടകശ്ശേരിയിലെ പാലത്തിന്റെ കൈവരി തകർന്ന് അപകട ഭീഷണിയിലാണിപ്പോൾ. പാലത്തിന്റെ ഒരു ഭാഗം അമർന്ന് താഴ്ന്നിരിക്കുകയാണ്. ഇതും അപകട സാധ്യത കൂട്ടുന്നുണ്ട്. നിത്യേന 1000-ഓളം വാഹനങ്ങൾ കടന്നുപോകുന്ന പാലമാണിത്. ഈ ദുരവസ്ഥയ്ക്ക് വർഷങ്ങളായിട്ടും ഒരു പരിഹാരവുമില്ല. പരാതി പറഞ്ഞു മടുത്തുവെന്നാണ് നാട്ടുകാർ ഞങ്ങളോടും പറഞ്ഞത്. വടിയൂർ പയ്യാവൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കണ്ടകശ്ശേരി പാലത്തിൻ്റെ താഴെയാണ് നമ്മളുള്ളത്. അതീവ ഭീകരമായ കാഴ്ചയാണ് ഈ കാഴ്ച. ഇവിടത്തുകാർക്കൊരു പുത്തരിയായ കാഴ്ചയല്ല. കാരണം വർഷങ്ങളോളം ഇതേ അവസ്ഥയിലാണ് ഈ പാലമുള്ളത്. ഇതിൻ്റെ കൈവരികൾ ഇടിഞ്ഞു താഴുന്നു. ഇതിൻ്റെ താഴെയുള്ള കൽഭിത്തികളിലെല്ലാം തന്നെ വിള്ളലുകൾ സംഭവിച്ചിരിക്കുന്നു. വലിയ അപകട ഭീഷണിയുള്ള ഒരു പാലം കൂടിയാണിത്. ദിനംപ്രതി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് യാത്രക്കാർ ഇതുവഴി സഞ്ചരിക്കുന്നതാണ്. 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ്. 2 പ്രധാനപ്പെട്ട നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്. ഏറ്റവും പ്രധാനമായി ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 100-ലധികം തന്നെ യാത്രക്കാർ, അല്ലെങ്കിൽ 1000-ഓളം തന്നെ യാത്രക്കാർ, 100-ലധികം വാഹനങ്ങൾ, 1000-ഓളം യാത്രക്കാർ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാലമാണ്. വർഷങ്ങളായി ഈ പാലത്തിൻ്റെ അവസ്ഥ ഇതേ ഗതികേടിലാണ്. ഒരുപാട് തവണ പരാതി പറഞ്ഞു, പക്ഷേ ഒരിടത്തു നിന്ന് പോലും പരിഹാരമുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളിൽ തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാണ്. യാത്രക്കാരുടെ പ്രതികരണങ്ങൾ നമുക്ക് തേടാവുന്നതാണ്. കാരണം അവരെല്ലാം തന്നെ ദിനംപ്രതി ഇതുവഴി കടന്നു പോകുമ്പോൾ അപകട ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ എല്ലാം ശ്രദ്ധയിലുള്ളതാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അതായത് 2 വശത്തെ കൈവരികൾ തകർന്നിരിക്കുകയാണ്. ഇത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഴയത്തോ അല്ലെങ്കിൽ വലിയൊരു വെള്ളം ഒഴുകി വന്നപ്പോഴോ മാത്രം തകർന്നതല്ല. ഇത് തകർന്നിട്ട് വർഷങ്ങളായി. പരാതി പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പാലം ഇപ്പോൾ നിൽക്കുന്നത് നേരായ രീതിയിലല്ല, ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കുകയാണ്. അതായത് അപകടം ഏത് നിമിഷവും സംഭവിക്കാവുന്ന രീതിയിലുള്ള ഒരു പാലമാണിത്. ഇതിൻ്റെ ഒരു ഭാഗം അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. നാട്ടുകാർ നിരവധി തവണ പരാതി പറഞ്ഞു. ഒരു വാഹനം പോകുമ്പോൾ ഏത് നിമിഷവും വേണമെങ്കിലും ഇവിടെ നിന്ന് താഴേക്ക്, ഒരു വഴി യാത്രക്കാരൻ നടന്നു പോകുമ്പോൾ ഒരു സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ തന്നെ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നൊരവസ്ഥയാണുള്ളത്. പക്ഷെ ഏറ്റവും അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്താണ് ഒരു സേക്രഡ് ഹയർ സെക്കൻഡറി സ്കൂൾ. ചെറിയ കുട്ടികൾ ഇതിലെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൈവരി പോലും ഇതുവരെ അധികൃതർക്ക് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി എടുക്കാൻ വേണ്ടി ഇതുവരെ സാധിച്ചില്ല. ഇത് നോക്ക്, മുളയൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ കൈവരി താൽക്കാലികമായിട്ട് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. ഇത് അറിയാതെ ഒരാൾ ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒന്നൊരു ശക്തമായ ഒരു കാറ്റടിച്ചാൽ തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വാഹനം വരുമ്പോൾ ഒരു വശത്തേക്ക് മാറി നിന്നാൽ തന്നെ താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും ഗതികേടിൻ്റെ അനാസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ പയ്യാവൂർ കണ്ടകശ്ശേരി ഈ പാലം മാറുകയാണ്. ദയനീയാവസ്ഥ അല്ലാതെ തന്നെ നിങ്ങൾ കാണുന്നില്ലേ? ദയനീയാവസ്ഥ. ബുദ്ധിമുട്ടാണ്. പേടിയുണ്ട്. പാലത്തിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. 2 തവണയല്ല, ഒരുപാട് തവണയായി. ഇത് എത്രയോ പ്രാവശ്യമായി അധികൃതരുടെ മുന്നിൽ ഇത് അറിയിച്ചിട്ട്. എന്തായാലും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതാ. മഴയത്ത് വെള്ളപ്പൊക്കവും അതുപോലെ നമ്മളൊക്കെ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റും. നമ്മുടെ ജീവനൊക്കെ അപകടത്തിലാണ്. ചേട്ടാ, എന്താ വെറും മോശമാണ്. നമുക്ക് ലോഡും കൂടെ വരാൻ പറ്റുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കാലത്താലെ ഒട്ടും വരാൻ പറ്റില്ല. ചേട്ടാ, എന്താ പാലത്തിൻ്റെ അവസ്ഥ? ഒന്നും പറയാനില്ല. എല്ലാവരും ഈ ദുരിതം പറഞ്ഞ് മടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ ഒരു പുതിയ പാലം, അല്ലെങ്കിൽ ഈ നിലവിലുള്ള ഈ പാലത്തിൻ്റെ നിലവിലുള്ള ഈ ദുരിതാവസ്ഥയൊന്ന് മാറ്റി ഒരു നല്ല പാലം ഈ നാട്ടുകാർക്ക് നൽകാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. കണ്ടു തുറക്കണം സർക്കാർ സംവിധാനങ്ങൾ എന്നുള്ളതാണ് നാട്ടുകാർക്ക് വേണ്ടി പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപശ്ശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. അർജുൻ പറഞ്ഞതേ പറയാനുള്ളൂ. സർക്കാർ ഒന്ന് കണ്ണു തുറക്കണം. ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്നൊന്ന് പരിഹരിക്കണം. എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് പരിഹരിക്കാൻ എന്താണ് ബുദ്ധിമുട്ടുള്ളത്?